Hi everyone, welcome back to Cake and Flakes. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായക്കൊക്കെ വേണ്ടിയിട്ട് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടീ കേക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഓറഞ്ച് ടീ കേക്ക്. നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബേക്കിംഗ് ട്രേ അഥവാ ബേക്കിംഗ് പാൻ ആണോ നമ്മൾ യൂസ് ചെയ്യാൻ പോണത് അത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോണത് നമ്മളെല്ലാവരും കണ്ടുപരിചയമുള്ള ഒരു ബ്രെഡ് ട്രേ അഥവാ ബ്രെഡ് പാൻ, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളുടെ ഓറഞ്ച് ടീ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷിൽ, ഞാനൊരു സിലിക്കൺ ബ്രഷിൽ കുറച്ച് ബട്ടർ മുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ബ്രെഡ് ലോഫ് പാനിലോട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും എല്ലാ സൈഡിലും എത്തണ പോലെ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തട്ടി കൊടുക്കാം, സൈഡിലോട്ടും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രീസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് നമ്മളുടെ ഓവൻ അഥവാ OTGനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് ഇടാൻ പോവാണ്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ OTG ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോണത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 15 മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഞാൻ ബേക്കിംഗ് ചെയ്യാൻ പോണതും സെയിം ഡിഗ്രിയിൽ, അതായത് 150 ഡിഗ്രി സെൽഷ്യസിൽ 55 to 60 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മളുടെ ടെമ്പറേച്ചർ 150ലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ OTGയിലെ ബേക്കിംഗ് ഫംഗ്ഷൻ അതിലോട്ട് നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളുടെ ടൈമർ ഒന്ന് തിരിച്ച് 15 നേരെ ഒന്ന് തിരിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോണത് നമ്മളുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാനൊരു വിസ്ക്, കണ്ടില്ലേ നമ്മൾ എഗ്ഗൊക്കെ വിസ്ക് ചെയ്യണ ഒരു വിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ളത് ഒരു സ്പാച്ചുല നമുക്ക് വേണം മസ്റ്റായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു 1/4 കപ്പ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ എടുക്കുന്നുണ്ട്. നമ്മളത് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്, ഒരു 1/4 കപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 1.5 കപ്പാണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ്. ഓക്കെ, ഇനി നമ്മളുടെ ഒരു എഗ് വിസ്ക് വെച്ചിട്ട് ഞാൻ ഇതിനൊന്നും മിക്സ് ചെയ്തെടുക്കാൻ പോവാം. നമ്മളിതിൽ ബീറ്ററൊന്നും യൂസ് ചെയ്യണില്ല, സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വിസ്ക് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർഡ് ഷുഗർ വേണമെങ്കിൽ പൗഡർഡ് ഷുഗർ ചേർക്കാം. ഞാനിവിടെ സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ് ചേർത്തേക്കണത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ ചെയ്യാൻ പോണത് അത് ചെയ്യാം. നമ്മൾ ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മുട്ട ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റത്തെ മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഓക്കെ, നമ്മൾ മുട്ട നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളൊരു 1/2 കപ്പ് മിൽക്ക് നല്ല തിളപ്പിച്ച് ചൂടാറിയ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലൊക്കെ നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മളൊരു 1/2 കപ്പ് ഓറഞ്ച് നല്ല കൈ വെച്ചിട്ട് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. മിക്സിയിലിട്ടൊന്നും അടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു 1/2 കപ്പ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിനി നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അറിയാം എന്നിരുന്നാലും നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് നമ്മളെ വെള്ളപ്പെടാണ്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കണതിനെയാണ് നമ്മൾ ഓറഞ്ച് സെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അഥവാ നമ്മൾ ഗ്രേറ്ററൊക്കെ വെച്ചിട്ട് ആ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് നമ്മളൊരു 1 ടീസ്പൂൺ വാനില എസെൻസ്. ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ പ്യുവർ ഫ്ലേവറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് മാറ്റിക്കളയാം. അല്ലാത്തവർക്ക് ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്യണത്. ഇത് ആഡ് ചെയ്ത ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണത് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ ഒരു ടീ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോണത് മൈദ യൂസ് ചെയ്യുന്നുണ്ട്, ബേക്കിംഗ് പൗഡർ, അതുപോലെ സോൾട്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ബാറ്ററിലോട്ടായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ചതിന് ശേഷം മാത്രമാണ് അതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് തന്നെ അരിക്കാൻ പോവാണ്. ഞാൻ ഇതിലോട്ട് 1.25 കപ്പ് മൈദയാണ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം 1 കപ്പ് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ 1/2 കപ്പ്, പിന്നെ 1/4 കപ്പ്, ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ടാമത്തെ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചു കൊടുക്കാം. നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത ശേഷം വീണ്ടും വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ നമ്മൾ കേക്കിലോട്ട് ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/2 കപ്പ് ജസ്റ്റ് ആഡ് ചെയ്യാം. നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ബാറ്റർ, ഓറഞ്ച് ടീ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയേക്കാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് നമ്മളുടെ ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഓറഞ്ച് ടീ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയേക്കാണ്. നമുക്ക് ഇനി ഇത് നേരിട്ട് നമ്മൾ OTGയിലോട്ട് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പ്രീഹീറ്റ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീഹീറ്റ് ചെയ്യണത് നമ്മൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യണതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് 150 ഡിഗ്രി സെൽഷ്യസിൽ 55 to 60 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്.
അപ്പോൾ നമ്മളുടെ ഓറഞ്ച് ടീ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളുടെ ചാപ്റ്റർ നമ്പർ 3 ഓറഞ്ച് ടീ കേക്കിൻ്റെ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലാസ്റ്റായിട്ട് ഓപ്ഷണലായിട്ട് ഒരു നട്ട്സ് ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ. ഈ നട്ട്സ് ആഡ് ചെയ്യണത് നമ്മൾ ഓറഞ്ച് ടീ കേക്ക് എന്നല്ല, നമുക്ക് ഏത് സ്പഞ്ച് കേക്ക്സിലായാലും പിന്നെ അതുപോലെ ഫ്രൂട്ട് കേക്ക്സ് ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ നട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളത് ചെയ്യാറുണ്ട്. എപ്പോൾ നിങ്ങൾ നട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ബാറ്ററിൻ്റെ പാൻ ഒരിക്കലും തട്ടാൻ പാടില്ല. തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നട്ട്സ് എല്ലാം താഴത്തോട്ട് അടിഞ്ഞു വരും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓറഞ്ച് ടീ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻസ് ആയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളോട് ചോദിക്കാനായിട്ട് മറക്കരുത്. ഞങ്ങൾ ഇനിയും ഒരുപാട് റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരും. സ്റ്റേ ട്യൂൺഡ്. ബൈ.